ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു കുരുമുളക് കൊടിത്തോട്ടം കേട്ടോ നിങ്ങളീ കാണുന്നത്. ഏതാണ്ട് ഒരു 1.5-2 ഏക്കർ സ്ഥലത്തോളം അടുത്ത് വരും ഇത്. ഫുള്ള് കുരുമുളക് കൊടിയാണ് ഉണ്ടായത്. കരിമുണ്ടക്കൊടി, പിന്നെ പന്നിയൂർ വണ്ണ്, ഈ സൈസിൽപ്പെടുന്ന കൊടിയാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. കണ്ടോ, കൊടിയെല്ലാം തിരിയിട്ട് കുരുമുളക് കായ്ക്കുന്ന സമയമാണിപ്പോൾ. ഇതൊക്കെ കരിമുണ്ടക്കൊടിയാണ് കേട്ടോ. പിന്നെ പന്നിയൂർ വണ്ണെന്ന് പറയുന്ന കൊടി ഇതാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഇച്ചിരി വലുതായിരിക്കും. പിന്നെ കരിമുണ്ടക്കൊടി കായ്ക്കും പോലെ അങ്ങനെ ഇടതൂർന്ന് കൊടി നിറച്ച് മുളകുണ്ടായില്ല. പക്ഷേ ഉള്ള മുളക് നല്ല തിരിക്ക് നല്ല നീളമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുരുമുളക് കൊടിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉള്ളതല്ല, ഇതിനെന്നാ ഇത്ര വലിയ പ്രത്യേകത എന്ന്. വലിയ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇതിന്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നതിലുള്ള ഒരു ചെറിയ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെയാണിത് പ്ലാന്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ആ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, ഇതൊക്കെ പന്നിയൂർ വണ്ണാണ്. പന്നിയൂർ വണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. കണ്ണൂർ ജില്ലയിലുള്ള പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം. അവിടെ വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് ഈ പന്നിയൂർ കൊടി എന്ന് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് പന്നിയൂർ വണ്ണ്. അത് 1, 2, 3 അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ 10 വരെ അത് എത്തിയിട്ടുണ്ട്. അതിനാണ് ഈ പന്നിയൂർ വണ്ണെന്ന് പറയുന്നത്. ഉണ്ടോ, തികച്ചും പന്നിയൂർ വണ്ണും പിന്നെ കരിമുണ്ടക്കൊടിയാണ് ഇതിനകത്ത് തികച്ചും ഉള്ളത്. ഉണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള കൊടിയോ കേട്ടോ. നല്ല ഇതുണ്ടോ, കണ്ടോ. ഇതെല്ലാം ഈ പട്ടമരപ്പ് വന്ന് ടാപ്പ് ചെയ്യാൻ പറ്റിയാലാത്ത റബ്ബറിൽ കൂടിയൊക്കെയാണ് ഇതെല്ലാം കയറ്റി വിട്ടിരിക്കുന്നത്. റബ്ബർ, പ്ലാവ്, അതേപോലെ തന്നെ വട്ട, അങ്ങനെയുള്ള മരത്തെ കൂടെയൊക്കെ കേട്ടോ ഇത് കയറ്റി വിട്ടിരിക്കുന്നത്. ഉണ്ടോ, ഇനി ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത് കണ്ടോ, അതായത് തിപ്പല്ലി എന്ന് പറയുന്ന സാധനമല്ലേ, കേട്ടിട്ടുണ്ടോ? തിപ്പല്ലി അതായത് ശാസ്ത്രീയമായി കുരുമുളകിൻ്റെ കുടുംബത്തിൽ തന്നെ പെടുന്ന ഒരു ഔഷധച്ചെടിയാണ് തിപ്പല്ലി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ തിപ്പല്ലിയാൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന കൊടിത്തോട്ടമാണിത്. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, തിപ്പല്ലി. ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് കൂടയ്ക്കകത്ത് പാകി അത് പൊട്ടി മുളച്ച് ഒരു 2-3 അടി ഹൈറ്റ് ആയി കഴിയുമ്പം അത് മുറിച്ചിട്ട് ഒരു 1.5 അടി ഹൈറ്റിൽ മുറിച്ചിട്ട് അത് നടുവേ പിളർക്കും. നടുവേ ഒരു 2-3 ഇഞ്ച് ആഴത്തിൽ നടുവേ പിളർന്നിട്ട് കൊടിത്തണ്ട് 2 സൈഡ് ചീകി കളഞ്ഞിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ നടുക്കോട്ട് ഇറക്കി വെച്ചിട്ട് നല്ല നൈസ് പ്ലാസ്റ്റിക് ഇട്ട് ചുറ്റി അത് കൂടെ തൈയായിട്ട് വെക്കും. എന്നിട്ട് അത് പൊട്ടി മുളച്ച് കൊടിത്തല പൊട്ടി മുളച്ച് കുറച്ച് പൊങ്ങി കഴിയുമ്പോഴാണ് ഇത് നടുന്നത്. കണ്ടോ, ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, കൊടിത്തല അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ടോ.
മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന കൊടിത്തോട്ടമാണ് ഇത് ഫുള്ള്. സാധനം മനസ്സിലായില്ലേ? തിപ്പല്ലി എന്ന് പറയും. എന്നിട്ട് ഈ തിപ്പല്ലിയാണ് നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ളൊരു പ്രധാന ഗുണം എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ കൊടി മണ്ണിൽ നിന്നുള്ള കേടുകളൊക്കെ പിടിച്ച് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊടിത്തലയല്ല മണ്ണിൽ കുഴിച്ച് വെക്കുന്നത്. ഈ തിപ്പല്ലിത്തണ്ടാണ് നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ കൊടിക്ക് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കണ്ടോ? ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ തിപ്പല്ലി എന്ന് പറയുന്ന സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഈ തിപ്പല്ലിച്ചെടി ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് ഈ തിപ്പല്ലി എന്ന് പറയുന്ന സാധനം. കണ്ടോ? തിപ്പല്ലിച്ചെടി ഇലയൊക്കെ ഇതാണ് എൻ്റെ ഇല. കണ്ടോ? തണ്ട് കണ്ടോ? ഇതിനാണ് തിപ്പല്ലിച്ചെടി എന്ന് പറയുന്നത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്ന കൂടുതൽ ഈ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് കൂടുതലും വളരുന്നത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, വേനൽക്കാലത്ത് ഇത് നനയ്ക്കണം, വെള്ളം വേണം ഇതിന്. വേനൽക്കാലത്ത് ഈ കൊടികളെല്ലാം നനച്ചു കൊടുക്കണം, വെള്ളം വളരെ ആവശ്യമാണ്. അതുണ്ടോ തിപ്പല്ലിയുടെ ചോട്? നല്ല വണ്ണമാവും കേട്ടോ ഇതിൻ്റെ ചോടിന്. ഇതൊന്നുമല്ല, നല്ല വണ്ണമാവും ഇത്. അപ്പോൾ ഇതാണ് ഈ കൊടിത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന കൊടികളാണ്. തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ കൃഷിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കട്ടെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.